അണ്ണാ ഒരു ട്രോൾ വീഡിയോ ചെയ്യുന്ന സിഗ്മ വാസു ബാബുവിന്റെ അടുത്ത്. ജോഗി ലൈവ് ഇട്ടായിരുന്നോ? ഓക്കെ. ദുബായിൽ പോകാൻ കാശില്ലല്ലേ എന്ന് ജോക്കി ആൾക്കാർ എന്തൊക്കെയാ ജോക്കി ചോദിക്കുന്നേ? എന്റെ പൊന്നു ബ്രോ, നമ്മള് ഈ ഒരു മാസം സ്ട്രീം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് കിട്ടുന്നത് 1 മാസം 2 മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. മനസ്സിലായോ? അല്ലാതെ എല്ലാ മാസവും ഇങ്ങനെ കൃത്യമായിട്ട് വരുമൊന്നുമില്ല. മനസ്സിലായോ? അതിന് ഓരോന്നിനും ടെക്നിക്കൽ ഡിലേ ഒക്കെ ഉണ്ട് ഓർഗനൈസേഷൻ ത്രൂ വരുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് ദുബായി പോകാൻ കാശില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉടനെ സ്ട്രീം കഴിയുമ്പോഴത്തേന് അക്കൗണ്ടിലോട്ട് മറ്റേ ഇങ്ങനെ പൈസ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുമല്ല. എൻ്റെ അമ്മോ ഇജാതിയൊക്കെ. ഹായ് അലി. Let's break up. അല്ല ഞാൻ എപ്പോഴും ഞങ്ങളത് റിയൽ ലൈഫിലും പറയാനുള്ളത് അതാണ്. പോയത് പോയി, അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിരുന്ന കാര്യമില്ല. ജസ്റ്റ് മൂവ് ഓൺ. മനസ്സിലായ? നമുക്ക് മുടി വെക്കാം, പക്ഷെ ഇപ്പൊ ഞാൻ മുടി വെച്ചാൽ എന്റെ കോഴ്സിന് അത് ബാധിക്കും, എന്റെ കോളേജിന് അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മുടിയൊന്നും സെറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മുടി വളർത്തിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്കാണ് ഒരു നാണോ മാനത്തിന് മൈരനാണ് ഞാൻ. 100% ട്രസ്റ്റബിൾ വേർഡ്സ് അവൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഞാൻ പലവട്ടം അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ട്രസ്റ്റബിൾ വേർഡ്സ് ആണ്. തന്നെ ഫുള്ള് കാണണേന്നോ? ഫുള്ള് കാണാനോ? സിഗ്മ കോപ്രായം കാണിക്കണേ ഞാനിരുന്നു. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് നരകത്തിലേക്ക് ഒരൊറ്റ വഴിയുള്ളൂ. ഞങ്ങളപ്പോ കുർബാന ചെല്ലാൻ പോവതൊക്കെ വേണമെങ്കിലൊന്ന് കുറിച്ച് വരച്ചു. ഈ കൺസൈൻമെന്റില്ല, സ്റ്റീവ് നല്ല കളിയായിരുന്നു അന്ന്. മൈ ക്രഷ് ആസ്ക് മീ അബൌട്ട് മൈ ഫ്രണ്ട്. അവൻ കമ്മിറ്റഡ് ആണോ? സ്റ്റാൻഡിലുകളിലും ബാത്റൂമുകളിലും പബ്ലിക് ഇതിലും പോയിട്ട് ക്യൂട്ട് ഗേൾസ് കോൾ മീ എന്ന് പറഞ്ഞ നമ്പർ എഴുതി വെക്കുക. അതായിരുന്നു ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പം മാറ്റമുണ്ട്. ഇപ്പം ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതുകൊണ്ട് മാറ്റമുണ്ട്. ഇപ്പൊ ഡയറക്റ്റ് കമന്റ് ഇടിയിലാണ്. നേരത്തെ ഇങ്ങനെ സത്യം അതൊരു മനസ്സുഖമാണ് സത്യമായിട്ടും. മറ്റേ വലിയ ഡയറി മിൽക്ക് സിംഗിൾ മീ അറ്റ് ദ സ്റ്റോർ ഓൺ February 14. അത് മേടിക്കാൻ ചെന്നപ്പോ അവിടുത്തെ കടല ചേച്ചി പറയാട്ടാ, മോനെ ഈ കൗണ്ടറിന്റെ അത്രയും പോലും നീളമില്ലാത്ത പിള്ളേരാണ് അത് മൊത്തം ഇവിടുന്ന് മേടിച്ചോണ്ട് പോയെന്ന്. ജോഗി ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജോഗി. ഞാൻ സിംഗിൾ ആയിട്ടിരുന്നപ്പോഴേ ജോഗി, ഞാൻ സിംഗിൾ ആയിട്ടിരുന്ന സമയത്ത് ജോഗി ഈ ഇതില്ലേ ക്യാമ്പ് പോയോ? ക്യാമ്പ് ഓഫ് ആയതാണോ? ഓ ഫക്ക്. ഓ ചാർജ് തീർന്നു. അടുത്ത ബാറ്ററി ഇട്ടെ. ചാർജ് തീർന്ന ആകാശം ഇപ്പൊ വേണ്ട. ഈ ബാറ്ററി പെട്ടെന്ന് ഊരി വരുവോടെ. ഇത് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ യോഗി, ഞാൻ സിംഗിൾ ആയിട്ടിരുന്ന സമയത്ത് സത്യമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ പറയാം കേട്ടാ, ഈ മുട്ടായി ആരും മേടിച്ചു തരാൻ ഇല്ലാത്തതിന് ഞാൻ മേടിച്ച് അതിനകത്ത് ഹൃദയമൊക്കെ പൊട്ടിച്ച് ചാവച്ചരച്ച് കഴിച്ചിട്ടുണ്ട് യോഗി. സീരിയസ് ആയിട്ട് ജോഗി നമുക്കാരും മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആശുപത്രി മേടിക്കുന്നത് നമ്മൾ മേടിച്ച അതിനകത്ത് ഹൃദയം ഒടിഞ്ഞു പോകുമോ? സിംഗിൾ ആയിട്ടുള്ള ഒരാൾ മേടിച്ചാൽ അതാ പറഞ്ഞ നോക്കി, അത് തല്ലിപ്പൊട്ടി ഞാൻ ചാവച്ചരച്ചാൽ സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ട്. അതിലൊന്നും ഒരു ഇത് കുഴപ്പമില്ല. നമ്മൾ മേടിച്ച് കഴിക്കുക. സാധനം എന്തോ കടയിൽ പൈസ കൊടുത്ത സിംഗിൾസ് മാത്രമേ മേടിക്കും, അല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മേടിക്കണം തിന്നണം. സെലിബ്രേറ്റ് ചെയ്യുന്ന വാലന്റൈൻസ് ഡേ ഒക്കെ. ഓ മൈ ഫക്കിംഗ് ഗോഡ്. ഇത് മോർഫ് ചെയ്ത് കേസ് കൊടുക്കുക. കൊച്ചിന്റെ അച്ഛൻ ഇനി വന്ന് എന്നെ കൊണ്ടുപോട്ടെ. സത്യം പറഞ്ഞ ആ കൊച്ചു വല്ല കേസും കൊടുക്കുന്നു. സത്യം നോക്കി ഞാൻ വിട്ടു. ആ കൊച്ചിന്റെ അച്ഛന്റെ പേര് വെച്ച് പാട്ട് വരെ ഇറക്കി. എന്തൊരു അതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഓടുക. ഷാജി അത് റീലായ അത് റീലിന് സൗണ്ട് ഒക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുക. ഓ മൈ ഫക്കിംഗ് ഗോഡ്. ഈഗിൾ ബ്രോനെ പറ്റി മെറ്റത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയല്ലേ? ഇത് നൈസ് ആംഗിൾ ആണോടാ ഇത്. താങ്ക്സ് എടാ, ഇത് നൈസ് ആംഗിൾ കേട്ടാ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഷോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ കയറുമ്പോൾ എൻ്റെ ടീമിൽ നടക്കണ കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേ എന്നെ ഹെവനിൽ നിന്ന് അടിച്ചു കൊല്ലും.
ഇതാ ഇവിടെ ഇപ്പൊ ഇവന്റെ ടീമേറ്റ് ഉണ്ട്, ഹെവൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെയിന കയറി നിന്ന് ഹെവൻ നോക്കുന്നുണ്ട്. എന്റെ ടീമിലെ റെയിന എന്ന് പറഞ്ഞാൽ ഈകള്, അതിന്റെ മോളിൽ പോലും കയറാൻ അറിഞ്ഞൂടെ. ഇവിടെ ഇവിടെ നിന്ന് വലിയ ചാടി സ്വന്തം കശ പിടിച്ച് തറയെ വീണ് ഹെൽത്തും പോയി അവിടെ നടിയും കൊണ്ട് ചാവും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇവിടെ കയറി പീക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരുത്തം വന്ന് ആണുങ്ങളെ പോലെ എന്നെ കൊന്നിട്ട് പോകും. ഇതാണ് വ്യത്യാസം. ആംഗിളൊക്കെ എടുക്കാം, പക്ഷെ കൂടെയുള്ള റെയിനയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കി എടുക്കണം. ഓ ശരി ബെന്നി, ശരി ബെന്നിന്റെ പ്ലെയർ ആണ്, നല്ല പ്ലെയർ ആണ് എടാ. ഇവൻ തൊലവണ്ണ ായിട്ടുള്ളവർക്കൊന്നും ഇത് കിട്ടത്തില്ല. വാണപ്പൻ ഇവനാണ് പ്രോപ്പർ വാണപ്പൻ ജോഗി. ഇവൻ മറ്റേ കരഞ്ഞ് കമ്മിറ്റഡ് ആയ ക്രിഞ്ച് പുണ്ട. ഇവനാണ് പ്രോപ്പർ വാണപ്പൻ. ഇവൻ മറ്റേ കരഞ്ഞ് നക്കി ഇരന്ന് മേടിച്ച ഇതാണ് അവളുടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ എന്റെ അടുത്ത് വന്ന് വൈകുന്നേരം കരഞ്ഞ് കോരഞ്ഞ് അവളുടെ നമ്പർ ഒന്ന് താളിയാന്ന് പറഞ്ഞ് കരഞ്ഞ് എന്റെ കാലെ പിടിച്ച് എന്നെ അച്ചാന്ന് വരെ വിളിച്ചവനാണ്. സിംഗിളായിട്ടുള്ളവർക്കൊന്നും ഇത് കിട്ടത്തില്ലെന്ന്. ായിട്ടുള്ളവർക്കൊന്നും ഇത് കിട്ടത്തില്ല. സിംഗിളായിട്ടുള്ളവർ കിട്ടില്ല, കാശ് കൊടുത്ത് മേടിക്കടാ. പെണ്ണിലെ മേടിച്ചാലേ പറ്റത്തുള്ളൂ അതൊക്കെ. ശരിക്കും ഈ ചണ്ടപ്പുണ്ടെ മേടിച്ചു വന്നു ഇത് വിട്ട് തിരിച്ചോണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും ഇവിടെ നിന്ന് കൊട്ടാണ് കേൾക്കുന്നില്ല ജോഗിക്ക്. ഇവന്റെ ഒരു സാമാനം ഊരി പോയി കേട്ടോ. ഇവന്റെ ഈ ചെണ്ടപ്പുണ്ടയ്ക്ക് ഒരു കീക്കാത്തൊരു ഇതുണ്ടായിരുന്നല്ലേ, എന്ത് ചെയ്യത്? ഒരു മിനിറ്റ് ജോഗി, ഞാൻ ചെണ്ടപ്പുണ്ടയുടെ സാധനം കയറ്റിയിട്ടെ. അതിന്റെ സാധനം ഊരിപ്പോയി. കണ്ടാ സൗണ്ട് കേട്ടാ? ചന്ദ്രന്റെ മൂക്കിന്റെ താഴെ എന്താ മാമന്റെ മോൻ പെൻസിൽ വെച്ച് വരച്ചേക്കുന്നത്? സൗണ്ട് കേൾക്കുന്നുണ്ടോ? അടിശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, അടി നല്ലോണം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് അടിക്കും ഇവിടെ. എനിക്ക് മുട്ടായി ഒന്നും കിട്ടിയില്ല. കണ്ടോളൂ, ഇത് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കാനായിട്ട് പൈസ കൊടുത്താൽ കടയിൽ കിട്ടും കേട്ടാ. എല്ലാരും പോയി ഓരോരുത്തർ ഇത് വാച്ച് ഇരുന്ന് കഴിക്കാത്ത ഡിലീറ്റ് ചെയ്തിട്ടാ സെർവർ ചെയ്യുന്നതൊക്കെ. തക്കാളി ബിജു ഡെഡ്. അതങ്ങനെ അടിക്കാൻ പറഞ്ഞ പിന്നെ നിരന്നിരുന്നങ്ങ് അടിയാ. റോസാപ്പൂവും ആ കണ്ണി കാണുന്ന പട്ടി തിയേറ്ററുള്ള എല്ലാം പൂക്കളെല്ലാം എടുത്ത് കളഞ്ഞേക്ക് കേട്ടോ. ആ ചെമ്പരത്തി പൂ എടുത്ത് കളഞ്ഞേക്ക്. തക്കാളി കറി മറ്റേ പൂക്കള് കാണും, പൂക്കളിൽ ചുട്ടും വരുന്ന മറ്റേ ആയുടെ പട്ടി മുള്ളിയെന്നാ പൂവിന്റെ പുറത്ത്. ആ പൂവിന്റെ പുറത്തിലെ പട്ടി മുള്ളാണുള്ളേ. അയ്യോ ഈ തക്കാളി ബിജു എന്ന് പറയുന്ന പുള്ളിയില്ലേ, പുള്ളിയെ പോലെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണ, സത്യം പറഞ്ഞാൽ അവനെ പോലെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണ ഒരു നല്ലൊരു PD ഓഫീസർ ഇല്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം ഗൈസ്. നമ്മളെപ്പോഴൊക്കെ സിറ്റുവേഷൻസ് ആയിട്ടുണ്ടോ അന്നേരമൊക്കെ നമ്മുടെ അടുത്തത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും അവൻ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിട്ട് അവൻ്റെ അടുത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അവൻ അറിയാം മാനാക്ക് സീരിയസ് ആണെങ്കിൽ അവൻ സീരിയസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണ സമയത്ത് ഒരു ഗ്യാങ്ങുമായിട്ട് സിറ്റുവേഷൻ എടുക്കുവാണെങ്കിൽ ഇതുവരെ മറ്റേ തമാശ രീതിയിലോ അല്ലെങ്കിൽ മറ്റേ ബോൾഡായിട്ടൊരു പോലീസ് ഓഫീസർ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെയാണ് അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. സീരിയസ് ആയിട്ട് പറയാം, ബോൾഡ് ആവേണ്ടടുത്ത് അവൻ ബോൾഡായിട്ട് ചിരിക്കും. അതേപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ആ ഒരു സിറ്റുവേഷനെ ഫണ്ണായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതിനനുസരിച്ച് നിൽക്കും. ഈ നമ്മൾ ഫണ്ണായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിലിട്ട് ഊക്കുവാണെങ്കിൽ മാത്രമേ ഇവന്മാരൊക്കെ ഇങ്ങനെ ആവുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് തക്കാളി ബിജു എന്ന് പറയുന്ന ക്യാരക്ടർ. നമ്മൾ ഇതിനകത്ത് വന്നപ്പോൾ പോലും അതായത് നമുക്ക് കുറേ റെക്കമെൻഡേഷൻ നമ്മൾ TV ആൾക്കാർ എടുക്കുന്നതിൽ റെക്കമെൻഡേഷൻ വന്നതിൽ നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു പ്ലെയറാണ് തക്കാളി ബിജു എന്ന് പറയുന്ന പ്ലെയറിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി, ലൈക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. മെന്നിയുടെയൊക്കെ പിക്കപ്പ് ലൈൻസ് അന്ത കാലത്തിൽ വിട്ടതാണെന്ന്. കറന്റ് ജനറേഷൻ തിങ്കിങ് ദേ ആർ ഗുഡ് അറ്റ് പിക്കപ്പ് ലൈൻസ്, മീൻ വൈൽ 90s. നീ വന്നപ്പോ മുതൽ എനിക്ക് ത്രില്ല. നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് നില്ല. നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. അവനെനിക്ക് പുല്ല. നീ വന്നപ്പോ മുതൽ എനിക്ക് ലൈല, നീ വന്നപ്പോ മുതൽ എനിക്ക് ത്രില്ലാണ്. നീ വന്നപ്പോ മുതൽ എനിക്ക് ത്രില്ലാണ്. നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് നില്ല. നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെനിക്ക് പുല്ല. ഞാൻ വരട്ടെ.
അവരെനിക്ക് പുല്ലാണെന്ന് ഇജാതിയൊക്കെ ഇതൊക്കെ ആരുടെ ഏത് സമയത്ത് വെന്നിയുടെ ഒക്കെ കാലത്ത് കേട്ടാ ഉസ്മാൻ. ഹലോ ഓ ഇത് കണ്ടതാ മറ്റേ വെള്ളോടി സാധനം. എന്റെ അമ്മ ഇത് വിഷയമാണ്, ഇത് സീനാവും. ഇത് രോഗിക്ക് ഡിസ്കൗണ്ട് ലൈവ് കൊടുത്തിട്ടുണ്ടല്ലോ. 20 അറബിക്കടലുള്ളതാണെങ്കിൽ ഹെയ്സൽ ബാബുവിനുള്ളതാണ്. ഓക്കെ അവനെ അത് വീഡിയോയ്ക്കുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല, അവനെ ഞാൻ കമ്മിറ്റഡ് ആവാൻ സമ്മതിക്കൂല. ഇത് അവൻ കാണുകയും വേണ്ട എൻ്റെ അകത്ത്. പറ്റത്തില്ല എന്റെ ക്യാപ്റ്റൻ, എന്റെ സ്വന്തം ക്യാപ്റ്റൻ, ഇത് പറ്റത്തില്ല. ഞാൻ എംഡിയോട് പറയും. അയ്യോ പറയല്ലേ പ്ലീസ് പറയല്ലേ. പറയും ഞാൻ എംഡിയോട് പറയും. എടാ, ഇത് മറ്റേ പടത്തിലെ പറയല്ലേ പ്ലീസ്. എന്ത് വേണേലും ചെയ്യൂ. എന്ത് വേണം ചെയ്യാം. ശരിയാവത്തില്ല എംഡി. അയ്യോ പ്ലീസ് സത്യം, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ജോഗി, ഞാൻ സിഗ്മയിലെല്ലാം ഉണ്ടായതുകൊണ്ടായിരിക്കും അല്ലേ? ശരിയാവത്തില്ല പറയല്ലേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം, സത്യമായിട്ട് ചെയ്യാം. എലി പക്ക സീരിയൽ, 100% സീരിയൽ. എലി സ്ട്രീമൊക്കെ നിർത്തി സീരിയലിൽ പോയി ഹിറ്റ് ആവും എലി. എന്റെ അമ്മ ആ ഫേസ് ഒക്കെ കറക്റ്റ് നോക്കി. എന്ത് വേണേലും ചെയ്യാം. എന്നോട് പറ ഐ ലവ് യു. കെടുമ്പൻ. I love you. എംഡി ഞാൻ പറയാം. I love you. ഇതൊന്നും ശരിയാവത്തില്ല എംഡി. I love you. എനിക്ക് പറ്റത്തില്ല എംഡി. എന്റെ സാധനം, എന്റെ പ്രൊഡക്റ്റ്, എന്റെ മറ്റേ ഹെഡ്ലൈനും മറ്റു സാധനം എന്റേത്. ഞാനിത് സമ്മതിക്കത്തില്ല. ഞാൻ എംഡിയോട് പറയാം എനിക്ക് ഐ ലവ് യു വേണ്ട. I love you. എന്റെ അമ്മ ക്രിഞ്ചടിച്ച് മൂച്ചി. അയ്യോ ഇഞ്ചാവിയൊക്കെ എന്നെ കൊല്ലറാംജി. എന്റെ അമ്മച്ചി. അയ്യോ എന്റെ അമ്മ തുപ്പിയുടെ. TV ന്യൂസ് എ ലവ് സ്റ്റോറി പാർട്ട് 1. ആ പെണ്ണിന് അണ്ണൻ ഇഷ്ടമാണെങ്കിൽ അണ്ണൻ കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം. റൊമാൻറ്റിക് സ്റ്റീവ്. ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടാ സീവേ, വെടിയേറ്റാനല്ലാതാ. ജോക്കി മുതുകിടുമ്പൻ ഓഫ്ലൈൻ കൂട്ടാട്ടം. ഇപ്പം ഓഫ്ലൈൻ. സ്റ്റീവ് ഞാൻ സാധനം തന്നോട്ടോ ആദ്യം. ഞാൻ നേരത്തെ തറവ് വിചാരിച്ചെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നീ ചിരിക്കണ്ട, നിന്റെയൊക്കെ ടിക്ടോക്ക് വീഡിയോ ഞങ്ങൾ കണ്ടതാ. എടാ എന്റെ ടിക്ടോക്ക് വീഡിയോ ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇപ്പൊ ഞാൻ ഒരു ടിക്ടോക്ക് ചെയ്തോണ്ടല്ലോ, അതെ ഈ ഡബിങ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ മണിനാഥം പോലെ കേൾക്കും. നിങ്ങൾക്ക് മനസ്സിലായ കറക്റ്റ് ജോഗി? എന്റെ ലിപ്സിംഗ് എന്ന് പറഞ്ഞാൽ പണ്ടേ ഭയങ്കര ഇതാണ് ജോഗി. എന്റെ എക്സ്പ്രഷൻ ആയിരുന്നു കെടുമ്പ്. ഞാൻ ഇപ്പൊ കുറച്ചുകൂടെ എക്സ്പ്രഷൻ ഒക്കെ പഠിച്ചു ജോഗി. ഞാൻ ഒരു 2 റീൽസ് ചെയ്തിടട്ടെ ജോഗി നാളെ. നല്ല ടിക്ടോക്ക് ചെയ്തിടട്ടെ, 2 ഡബ് സ്മാഷ് ചെയ്തിടട്ടെ. ചെയ്യാം. ഇതിലിപ്പോ പുതുമയൊന്നുമില്ലല്ലോ, എല്ലാം പ്രെഡിക്റ്റബിൾ ആണ്. ഇത് അങ്ങനത്തെ ഡയറിയിലേക്കല്ല, അത് തുറന്ന് തിന്നു നോക്കിയാണ്. അതിനകത്തൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, എല്ലാരും കൊടുത്ത സാധനം അല്ലത്. ഒന്നുമില്ലല്ലോ. വെട്ടി വിഴുങ്ങാനല്ല പറഞ്ഞത്, ആ സാധനം തുറന്ന് നോക്കാനാണ് പറഞ്ഞത്. ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സരക്ക് ലവ് സെറ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്ത ചോക്ലേറ്റ് ആയിരുന്നു. അത് കണ്ടില്ലല്ലേ? വയറിലായല്ലേ. ആഞ്ജനേയ സ്വാമി. ഇതാണല്ലേ സരക്ക് പറഞ്ഞത് ഇവളൊട്ട് റൊമാൻറ്റിക് അല്ലത്. അതെ സത്യമല്ല. പാട്ട്
ഹാർട്ടുള്ള ഡയലോഗ് കൊടുത്തപ്പോ അതിന്റെ ഹാർട്ട് ആദ്യം കടിച്ചു പറിച്ച് ചവച്ചൊക്കെ തിന്നവള്. എന്റെ അമ്മോ. ആരില്ല ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. പാട്ട് പാടാൻ അറിഞ്ഞൂടാ. പാട്ട് പാടാൻ എനിക്ക് അറിഞ്ഞൂടാ, നിനക്ക് അറിയാലോ. എനിക്ക് പാട്ട് പാടുന്ന കഴിവില്ല. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കും. അത് ശരിയാണ് ഗൈസ്. വെടിക്ക് വെടി, പാട്ടിന് പാട്ട്, അതൊക്കെ എനിക്കല്ല തന്നിട്ടുള്ളൂ ദൈവം. ഏതണ്ടി പാട്ട് ഞാൻ തരുന്ന ഓരോന്നായിട്ട്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് മാത്രമല്ല, സെറയ്ക്ക് വേണ്ടിട്ട് ഈ ഒരു ഡേ കുറെ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. വേറെ ഞാനിത് സാര എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുവായിരുന്നു കേട്ടാ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ബാബു അതങ്ങനെ വലിഞ്ഞു കയറി വരുന്നൊരു പട്ടി. ഞാൻ പറഞ്ഞ സാധനം ഞാൻ കൊടുക്കാം. പോക്കറ്റ് പറഞ്ഞാണ് രണ്ടുപേര്. ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ സാധനം. ഹലോ, ഇതിന്റെ അകത്ത് എന്തോ ചെയ്യാൻ പറ്റും? അണ്ണം പറഞ്ഞു, അണ്ണം വന്നിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിതില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ പറയാം. ഹലോ, കിട്ടിയാ? അതിലെന്തോ ചെയ്യാൻ പറ്റും പാത്രത്തിൽ? ആ താലം എന്ന് പറഞ്ഞ എന്തിനാണ്? ആ താലത്തില് ഒന്ന് ഇങ്ങനെ പൊക്കി നോക്ക്, മുഖത്തോട്ട് വെച്ച് നോക്കിയത് സൂര്യന്റെ വെളിച്ചടിപ്പി അതിൽ ഇങ്ങനെ തട്ടുന്ന രീതിയിലേക്ക്. അപ്പൊ അതിന്റെ അകത്ത് ഒരു സംഭവം കിടന്ന മുഖം നമ്മളെ രണ്ടുപേരും മുഖം സൺലൈറ്റ് അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. ഹാപ്പി ആയില്ലേ? കുറച്ച് പാട്ട് പാട് സരക്കണ്ണ, പാട്ട് പാട് സരക്കണ്ണ. അയ്യോഗ്യാനണ്ണ, കമോൺ അണ്ണ, ട്രൈ അണ്ണ. ഇതാണല്ലേ ഇവളെ കളയാനുള്ള റീസൺ. എനിക്ക് കെണ്ടാലീനെ പോലെ അവനൊന്നും പറ്റൂല. കഴിവില്ലാത്ത ഒരു ജൂപ്പിറ്റർ മഴയും പാടും. ഞാൻ ഈ പുല്ലിലെങ്ങാനും ഇരുന്നോളാം. ഞാൻ എന്തിനാ ഈ ഫോൺ? എന്ത് കാര്യത്തിന് അവിടെ വന്നത് മേടിച്ചതല്ലേ? ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. എന്നെ കണ്ടപ്പോ എന്തോ തോന്നി അത് പറ. ഞാൻ കണ്ടിട്ടില്ല, ജീവല്ലേ എന്നെ കണ്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ട ഇഷ്ടമായപ്പോ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു കൊച്ചായിട്ട് മതി. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എനിക്ക് എല്ലാ ഇത്രയൊക്കെ അറിയാവൂ. ഞാൻ ഈ സിറ്റിയിൽ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട്. എടി അതിപ്പോ ഏതൊരു പെണ്ണുങ്ങളോട് സംസാരിക്കുന്നവരാണ് നിന്റെ അടുത്ത്. അത് എന്നോട് സ്നേഹിച്ചൂടെ? അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. റൊമാൻറ്റിക് സരക് ബി ലൈക്ക്. ഊട്ടി കൊണ്ടോ, കൊടൈക്കനാലിൽ കൊണ്ടോ, മൈസൂർ കൊണ്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. ഒരു ടിപ്പ് പറഞ്ഞുതരാം. എനിക്ക് ടിപ്പ് വേണ്ടത് നിന്റെ അച്ഛനെ പറഞ്ഞ ടിപ്പ്. സരക്ക് അമരത്തിൽ അശോകനാ. ഇനി എന്നെ പ്രൊപ്പോസ്. എന്ത് പറഞ്ഞ കേട്ടില്ല. കൺസെന്റ്മെന്റ് കിട്ടിയ ഗണ്ണാണ് ഞാൻ. എനിക്ക് ടിപ്പ് വേണ്ടത് നിന്റെ അച്ഛനെ പറഞ്ഞ ടിപ്പ്. സരക്ക് ഞാനാണ് കൺസൈൻമെന്റ് കിട്ടുന്ന ഗണ്ണ്. ഇനി എന്നെ പ്രൊപ്പോസ്. സരക്കണ്ണ അതൊക്കെയാണ് ഇഷ്ടം. ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് എനിക്ക് എന്തോ ഗിഫ്റ്റ് എന്താ? നീ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. സരക്ക് എന്തോ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. കണ്ടവരുടെ ഫോട്ടോ അതാണ് ഞാൻ തന്നത്. അല്ല, പറ. കുമ്പളപ്പം. ആദ്യം കേട്ടോ ഊമ്പലപ്പോന്നാണ്. ഈ കുമ്പളപ്പം ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. ഓ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടേ. സ്നേഹം വരുമ്പോ എന്തുവാ വിളിക്കുന്നറിയോ? അറിഞ്ഞൂടാ. മൊയ്തീൻ കാഞ്ചനെ സ്നേഹിച്ചേക്കാൾ കൂടുതൽ മുത്തേ പൊന്നൂസേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്തൊരു സുന്ദരിയാണ് ഇതൊക്കെ കിട്ടുന്നത്. മുതലെടുക്കുക. എന്തോ പണ്ടത്തെ പോലെ പേടിയില്ല. പേടിയൊക്കെ പോയി. ആര് വേണമെങ്കിലും
ഞാൻ ഇവിടെ ഇറങ്ങൂല. ഈ ശശി ഞാൻ മൂന്നാമത്തെ നിലയില. എന്റെ നില വെറുതെ ഒരു സംശയം ഉണ്ട് എനിക്ക് കേട്ടോ. എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ഒരു മാറ്റവും എനിക്ക് ഈ പൂജയും മന്ത്രമൊന്നും പറ്റില്ല. ഞാൻ ഹെഡ്ഫോൺ മാറ്റിയതാണ് കേസ്. അതിന്റെ സൗണ്ട് ഭയങ്കര സീനാണ്. നമ്മൾ ആരാണെങ്കിലും പേടിക്കും. ഒരു കുറച്ച് സീനാണ് അതിന്റെ. വാസോണ്ണ ഇത് ഓൾറെഡി കണ്ട വീഡിയോ ആണ്. ഈ പ്രണയം പ്രേമം എന്നൊക്കെ പറയുന്ന ഫീലാണ്. അന്ന് ഞങ്ങൾ അവിടെ കണ്ടത് അജുവിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സരക്ക് സര അവന്റെ പല മാറ്റങ്ങൾക്കുള്ള കാരണം. അയ്യോ പാവടാ, സത്യല്ലേ. ഇവര് നൈസ് കേട്ടാ, അലീനയും ചന്ദ്രനും കിഡില. ഇവൻ പിന്നെ എല്ലാത്തിനടുത്ത് ഇത് തന്നെ. വാസു സൂസന എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും. പക്ഷെ എനിക്കറിയാം എന്നെ എപ്പോഴും ഇഷ്ടമല്ലേ. ജോ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏട്ടാ. അത് വിഷയം നോക്കിയത്. എന്റെ അമ്മോ, എന്റെ ആളി അത് കിടലാണ്. എന്റെ അമ്മോ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ജോക്കി ഇവരുടെ വീഡിയോ കാണാറുണ്ടോ ജോക്കി? ഈ പെണ്ണ് ഗർഭിണിയായിരുന്നു. അല്ല, എല്ലാം അറിയാല്ലേ. കല്യാണം കഴിച്ചു, ഒരാളുടെ കല്യാണം കഴിച്ചു, പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്നു. എന്താ അനന്യ സ്രാവ് അനുസ് അങ്ങനെന്താണ് വരാ. ഞാൻ കാണും ജോക്കി ഇവരുടെ റീൽസ് കിട്ടില്ല. എന്തെങ്കിലും കഴിവുണ്ടോടാ നിനക്കൊക്കെ? എന്തെങ്കിലും കഴിവുണ്ടോ? നിന്നെ നാളെ അറിയുമോ? നിന്നെ മൂട് പോയി ജോക്കി. സത്യം ആസ്വദിച്ചു വന്നായിരുന്നു. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് ഈ ഹെവൻ മൊത്തം പിള്ളേരെ നിറക്കണം. ഫേസ് ക്യാമിന്റെ ഇടത്തും വലത്തും ഈ മറ്റേ ഇതിലെല്ലാം ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒന്നും കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. അതെ, എന്റെ ആഗ്രഹം അതാണ്. ഒരു മൊത്തത്തില് ഇങ്ങനെ വെന്റിക്ക് ഇപ്പൊ ഒരു എൻട്രി ഉണ്ട്. നോക്കിയത് കേട്ടോ കേട്ടാ. ഇങ്ങനെ ആഹാരവും ക്യാഷും ഞാൻ അവിടെ
ബെന്നിയുടെ ഫേസ് നോക്ക്. ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചേരുന്ന മുഖമാണ്. മുഖം നോക്ക്. അയ്യേ എന്റെ തലേക്ക്. അയ്യേ ഇജാതി പട്ടി. അണ്ണാ എന്റെ VFX എഡിറ്റിംഗ് എങ്ങനെയുണ്ട്? My life, my rules, my style, my attitude. You love me or hate me, I don't care. But don't play with me. കിടടാ. ബാഹുബലി 5 ഉണ്ടെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് വിളിക്കും. ഈ വിജയ് ദേവരക്കണ്ടിയുടെ മുഖത്തൊക്കെ എന്റെ മുഖം കട്ടിയത് വെച്ചാൽ ഇത് സീനാവും കേട്ടാ. നിനക്കൊന്നും വയ്യടാ. ഞാൻ ഒരാളെ പറ്റി ലൈവിൽ പറഞ്ഞ ഇത് തന്നെ നിങ്ങളുടെ പരിപാടി. പാവണ്ണ തമിഴ് ഗേൾ ഫ്രണ്ട് എലീന തെച്ച എനിക്ക് പോയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് എന്നെ ഞാൻ അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് പോലെ എന്നെ ഒരു കപ്പിളായിട്ട് അവർ കാണുന്നില്ല. എനിക്ക് മാന്യമായി നടക്കുന്ന സിംഗിളായിട്ട് പെൺപിള്ളാരെ ഒന്നും കിട്ടാതെ നടക്കുന്ന ഒരാളെ സ്നേഹിക്കണോടാ. വൈകിയടാ ഇത് അപമാനമാടാ ഇത്. എന്ന് ഞാൻ കാണുന്നത് ഇമാതിരി സാധനമാണ്. ക്രിസ്റ്റി മനസ്സിൽ കയറി അന്ന് തൊട്ട് ഇവിടെ സൂക്കടതാ. ശരി 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 ശരി. സരക്കണ്ണനെ പറ്റി ഒരു വാക്ക്, വെറും ഒരു മൈര. അപ്പൊ ഞാനും ചോദിക്കുന്ന അങ്ങനെ ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. അല്ലാറുന്നില്ല. ക്യാപ്ചേർഡ് 4K ഈഗോ സ്റ്റാർട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്റെ കൂടെ ആൾക്കാരുള്ള ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ജോക്കിനെ ഈ മീറ്റപ്പ് പിടിക്കണ്ട കേട്ടാടാ. ഈഗോ അടിച്ച് കേറിയിരിക്കട്ടെ. ഈഗോ അടിച്ച് ബാബുനൂടെ ജോക്കി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഇനി ഒരു സ്ഥലത്ത് ജോക്കി ഞാൻ വിളിക്കുക. ജോക്കി പേടിക്കണ്ട. ഈഗോ ഏറിട്ടെ. ഈഗോ ഏറി. നിനക്കൊരു അനിയത്തി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു നീ? ഉണ്ടാക്കിയാലേ നിനക്ക് അച്ഛനായിരുന്നു അറിയാമോ? ഇവന്റെ അടുത്ത് ഈ സാധനം ഉള്ളിടത്തോളം കാലം ഇവന്റെ അടുത്ത് ഇത് നടക്കൂല കേട്ടോ ജോക്കി. ഇവന് അച്ഛന് കുറച്ചിൽ കൂടുതലാണ് ഇവന് പൊട്ടന. അപ്പൊ 12 ലക്ഷവും അതിന്റെ കൂടെ ബാക്കി ആരെല്ലാം ചേർത്ത് 5ഉം 17 ലക്ഷമാണ് ടോട്ടൽ ഫൈൻ പുള്ളിക്ക് വരുന്നത്. പുള്ളി ഒരു പുള്ളി ആദ്യം ഒരു ഹോസ്റ്റേജിനെ കൊണ്ടുവന്നു. അതിനെയും കൂടെ കൊന്നും കൂട്ടിയിട്ടാണ് ഈ 12 കൊലപാതകങ്ങൾ. ഓക്കെ, അപ്പൊ ഇനിയും പുള്ളിക്ക് ഒരു ഹോസ്റ്റേജിനെ കൊണ്ടുവന്നുള്ള ബെയിലില്ല. ഇനി അയാൾക്ക് ഫൈൻ അടച്ചിട്ടുള്ള ബെയിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ അയാളെ എൻകൗണ്ടർ ചെയ്ത് കൊല്ലാണ്ട് വരും. ഓക്കെ സാർ, അപ്പൊ എൻകൗണ്ടർ ചെയ്തേരാ, കുഴപ്പമില്ല. ബൈ, താങ്ക് യു. ഇല്ല എൻകൗണ്ടർ ഇല്ല. അവനെ കൊല്ലാൻ എത്ര കൊടുക്കണം നോക്കട്ടെ. ഇറക്കാൻ 17. കൊല്ലാൻ എമൗണ്ട് കുറച്ച് കുറയാണെങ്കിൽ അങ്ങനെ. എന്റെ ക്യാം പോയി ഗൈസ്. എന്റെ ഫക്ക്, എന്തൊരു കഷ്ടമാണ് ഇത്. അതിനി കുറച്ച് നേരത്തേക്ക് ഓണാവൂല. ജോക്കി എനിക്ക് പുതിയ ക്യാം എടുത്തേ പറ്റുള്ളൂ ജോക്കി. അല്ലെ ദുബായ് പോയി ക്യാം അല്ല, ദുബായ് പോയി ഇതിന്റെ മറ്റേ ഇത് മേടിച്ചേ പറ്റുള്ളൂ ജോക്കി, ഡമ്മി ബാറ്ററി. അല്ലാതെ ഇത് നടക്കൂല. ശോകമാണത്. താഴെ നോക്കിയിരിക്കുന്നു. ആര്? ഇത് കളിക്കാൻ. എന്ത് കളിക്കാൻ? വാൽറന്റ്. ആര്? ചന്ദ്രനും ബാബുവും. എന്നെയോ? നീകനും. അവരുടെ ലോബിയിലാ? കളിക്കാം. നീ ഒറ്റയ്ക്ക് കളിക്കാന്നോ? അതോ അല്ല കളിക്കാം ജോക്കി, സീനില്ല. ഫേസ് ക്യാം ഇല്ലാതെ എങ്ങനെയാണ് ബാക്കി കാണുന്നത്? അത് ഫേസ് ക്യാം CCTV വെക്കാനോ? അത് ശരി. ഇക്കൊല്ലം നടക്കുവോ ബ്രോ? എൻ്റെ വിസയ്ക്ക് ചെറിയൊരു ഡിലേ ഉണ്ട്. ബാക്കി പേപ്പേഴ്സ് എല്ലാം വന്നിരിക്കുക. ഇത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞ പോലെ. അത് ശരി. ഇതിപ്പോ എൻ്റെ കയ്യിൽ അല്ല, ഫേസ് ക്യാം ഓഫ് ആണല്ല. ഞാൻ പ്രിന്റ് എടുത്തോണ്ട് വന്നായിരുന്നു ജോക്കിന്ന്. ഇതിന്റെ എല്ലാം എന്തോ ജോബ് ഓഫറിന്റെ ഇതിന്റെ ഇല്ലല്ല ലൈവ് കാണിക്കത്തില്ല.
ലൈവിൽ കാണിക്കുന്നില്ല. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റും ജോബ് ഇതിന്റെ ഒക്കെ എനിക്ക് വന്നായിരുന്നു ജോക്കി. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്ത് ഇന്ന് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് സൈൻ ചെയ്ത് കൊടുത്ത്. പിന്നെ ഫോട്ടോയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ചേട്ടാ, അതും മാറ്റി കൊടുത്ത്. അത് മാറ്റി കൊടുത്തപ്പോൾ ഇപ്പം ഇതാക്കി തരാന്ന് പറഞ്ഞു. ചേച്ചിയുടെ ചേച്ചിയുടെ നമ്മൾ ഇതല്ലേ എടുത്തേക്കുന്നത്, എന്താ വിസിറ്റ് എടുത്തേക്കുന്ന ചേട്ടാ ചേച്ചിക്ക്. എനിക്കാണ് മറ്റേ ഞാൻ വർക്ക് ചെയ്യണ കമ്പനി ഇല്ലേ, അതിന്റെ വിസയാണ് എൻ്റെ. അപ്പം അത് രണ്ടും കൂടെ ആയതുകൊണ്ട് എനിക്ക് അവരുടെ ആയതുകൊണ്ട് അവരുടെ കുറച്ച് ടെക്നിക്കൽ ഡിലേ ഉണ്ട്. നമ്മൾ 15 തീയതി പോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ജോഗി, ഒന്നും നടന്നില്ല. സത്യം പറയാലോ, 15 തീയതി പോയിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു നടന്നത്. സെക്കൻഡ് ക്യാമറ ബ്രോ, എന്റെ കയ്യിൽ വേറെ ക്യാമറ ഇല്ല ബ്രോ. എന്റെ ക്യാമറ ജീന ചേച്ചിക്ക് കൊടുത്തേക്കോ. ജീന ചേച്ചി ലൈവ് ഇടുന്നത് അതിൽ നിന്നാ. എൻ്റെ കയ്യിൽ ഒരു ഫേസ് ക്യാം പോലും ഇരിപ്പില്ല വേറെ. എൻ്റെ കയ്യിൽ DSLR മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യാനാ ജോഗി? എന്നാ കഴിച്ച് നമുക്കിനി വേലറിനെ കളിക്കാം. കുറപ്പത്തേന് ക്യാം ഒന്ന് ഇതാവട്ടെ. ജോഗി എനിക്കൊരു 5 മിനിറ്റ് സമയം വേണം ജോഗി, എനിക്ക് വിശക്കുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല. ഒന്ന്